എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതുപോലെ പഴയ ഷർട്ട് വരുമ്പോൾ കളയണ്ട, നമുക്ക് ഗേൾസിനുള്ള ഒരു അടിപൊളി ഷോർട്ട് ടോപ്പാക്കി മാറ്റാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഈ ബട്ടൺസ് ഒന്ന് അഴിച്ചെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ ഈ സ്ലീവും കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ബാക്ക് ഒന്ന് കട്ട് ചെയ്യാം. ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഈ ഷോൾഡറും കൂടെ കട്ട് ചെയ്തെടുക്കുക. ഈ കോളർ നമുക്ക് ആവശ്യമില്ല, ഇത്രയേ കണ്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യാം. ഇതേപോലെ ഒപ്പം വയ്ക്കുക. ഇവിടെ ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇറക്കം വേണ്ടത് 23 ഇഞ്ചാണ്. ഇവിടെ മടക്കിയടിക്കാൻ ഏകദേശം 1 ഇഞ്ച് വയ്ക്കാം. ഒരല്പം ഇറക്കം കൂടിയാലും കുഴപ്പമില്ല. 24, അരഞ്ച് ഇവിടെ തയ്യത്തൊമ്പ്, അങ്ങനെ 24 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നെക്ക് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഞ്ചിലൊരു ഭാഗം ഒരു 2.25 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. താഴേക്ക് നമുക്കൊരു അരഞ്ച് കൂട്ടി വയ്ക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. ഷോൾഡർ ഒരു 15 ഇഞ്ച് മതി. നമുക്ക് ഇവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. ലേശം കുറവാണത്, കുഴപ്പമില്ല. അരഞ്ച് ഇതേപോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. ആം ഹോൾ വേണ്ടത് 8 ഇഞ്ചാണ്. ഒരു 7 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക. ചെസ്റ്റ് 10 ഇഞ്ച് വയ്ക്കാം. ആകെ 10 ഇഞ്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടിച്ച് കഴിയുമ്പോൾ 9.5 ഇഞ്ച് കിട്ടും. ഒരു 13.5 ഇഞ്ചിൽ നമുക്കതിൻ്റെ വേസ്റ്റ് മാർക്ക് ചെയ്യാം. ഇവിടെ 10 ഇഞ്ച് വയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് 9 ഇഞ്ച് വെച്ചാൽ മതി. ഇവിടെ 10 ഇഞ്ച് തന്നെ വയ്ക്കാം, ഉള്ള ലൂസ് വയ്ക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് കട്ട് ചെയ്യാം. ഇവിടെ നമുക്കൊരു അരഞ്ച് ഇതേപോലെ എക്സ്ട്രാ വയ്ക്കുക, അതായത് ബാക്ക് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിനൊപ്പം കട്ട് ചെയ്തെടുത്താൽ മതി. ബാക്ക് നെക്ക് ഒരു 3/4 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. ഇങ്ങോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഷേപ്പ് എടുത്താൽ മതി. ആം ഹോള് ഒരു 7.25 8 ഇഞ്ച് വന്നാൽ മതി. അവിടെ നമുക്ക് കറക്റ്റായിരിക്കും. പിന്നെ ഇറക്കം വന്നിട്ട് ഇതുവരേക്കാണ് ഇറക്കം കിട്ടുള്ളൂ. നമുക്ക് അതിനനുസരിച്ച് എടുത്താൽ മതി. ഒരു 15 ഇഞ്ച് ഇറക്കം ഉണ്ടാവും. ഇത് അഴിച്ച് കളഞ്ഞിട്ട് ഉള്ളിലേക്ക് മടക്കി അടിച്ചാൽ മതി. ഇതൊന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. ഇനി ഇതുകൊണ്ട് നമുക്ക് കോളർ വയ്ക്കാം. ഇത് ഓപ്പൺ കോളറാണ് വയ്ക്കുന്നത്. ഇത് നീളം നമുക്ക് കഴുത്തിൻ്റെ നീളം നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. നമുക്കിതിൻ്റെ സ്ലീവ് ആദ്യം തയ്ച്ചെടുക്കാം. ഏകദേശം ഒരു അരഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യാം.
അപ്പോൾ അതേപോലെ 2 തയ്യലിട്ടതിന് ശേഷം ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. കൈത്തുമ്പ് ഇതേപോലെ ബാക്കിലേക്കാണ് വരേണ്ടത്. സ്ലീവ് ഒരു അല്പം കട്ട് ചെയ്യാണ്ട് ഒരു 1/4 ഇഞ്ച്, 2 സൈഡിൽ നിന്നും 1/4 ഇഞ്ച് കട്ട് ചെയ്താൽ മതി. അതുപോലെ 2 സൈഡിൽ കട്ട് ചെയ്യാം. ഇത് ഇതേപോലെ നിവർത്തി വയ്ക്കുക, ഈ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം. അതിനുശേഷം ഈ ഫ്രണ്ട് ഭാഗം ഇതിനൊപ്പം വെച്ചിട്ട് അടിക്കാം. സെൻറ്റർ കറക്റ്റ് ചെയ്താൽ മതി. ഒരു 2 തയ്യലിടുക. ഇനി അതേപോലെ അടുത്ത സ്ലീവും തയ്ക്കാം. തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ നഖം കൊണ്ടൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്ലീവ് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് തയ്ക്കാം. സ്ലീവ് റൗണ്ട് 10 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് തയ്ക്കാം. ഇങ്ങോട്ട് 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മതി. ഇനി അതേപോലെ ഈ സൈഡും തയ്ക്കാം. ഈ സൈഡും ഇതേപോലെ ഒന്ന് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോട്ടം തയ്ക്കാം. ബോട്ടം ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് ആദ്യം ഒരു തയ്യലിടാം. അതിനുശേഷം ഒന്നുകൂടെ മടക്കിയിട്ട് ഒരു തയ്യലും കൂടി ഇട്ടിട്ട് അത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതേപോലെ ബോട്ടം അടിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കോളർ എത്ര വേണമെന്ന് നോക്കാം. ഇവിടെ നിന്ന് തയ്യത്തുമ്പ് വിട്ടിട്ട് അളക്കുക. ഇതൊരു 16 ഇഞ്ച് കോളർ വേണം. 8.25 വരുന്നുണ്ട്. നീളം കറക്റ്റാണിത്. വീതി ഇവിടെ സെൻറ്ററിൽ വന്നിട്ട് ഏകദേശം 3.5 ഇഞ്ച് വരുന്നുണ്ട്. അതങ്ങനെ വിടാം. ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു 2.5 ഇഞ്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇവിടെ നിന്ന് ഇതേപോലെ ചെറിയൊരു ഷേപ്പ് കൊടുക്കുക. ഇവിടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ മടക്കിയെടുക്കുക. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഈ 3 സൈഡും 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. ഇനി ഇത് അടിമറിച്ചെടുക്കാം. ഇതേപോലെ സെൻറ്ററിലൊന്ന് അടയാളപ്പെടുത്തുക. നമുക്കിവിടെ 1/4 ഇഞ്ച് തയ്യത്തുമ്പ് കിട്ടും. ഇവിടെ 1/4 ഇഞ്ച് നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇതിന് സെൻറ്ററിൽ നിന്ന് അറ്റാച്ച് ചെയ്യാം. ഇനി ഈ ഭാഗത്തും അതേപോലെ അറ്റാച്ച് ചെയ്യാം. ഇനി തിരിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഇതിൻ്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ തന്നെ വന്നിട്ട് ഈ എഡ്ജ് കൂടെ വന്ന് ഇവിടെ ഫിനിഷ് ചെയ്യാം. ഈ നൂലിവിടെ ഇത് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നൂല് പൊങ്ങി നിൽക്കില്ല. അപ്പോൾ നമ്മുടെ അടിപൊളി ഷോർട്ട് ടോപ്പ് ഇവിടെ റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.